ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചൊരു മത്തങ്ങ കറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ കറി. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം മത്തങ്ങ തൊലി ചെത്തി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൂപ്പ് കുറഞ്ഞ മത്തങ്ങയാണ് കറി വെക്കാൻ നല്ലത്, ഇല്ലെങ്കിൽ മധുരം ഉണ്ടാവും കറിക്ക്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനിയും വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഇച്ചിരി നെകക്ക വെള്ളം ഒഴിക്കണം. മത്തങ്ങയ്ക്ക് ഇത്തിരി വേവ് കൂടുതലുണ്ട്. മത്തങ്ങ വേവുമ്പോഴേക്കും കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 3 പച്ചമുളക്, 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, അല്പം ജീരകം, അരയാൻ ആവശ്യമായ വെള്ളം ഇത്രയും ചേർത്ത് നല്ല ഫൈനായി അരച്ചെടുക്കാം. ഇപ്പോൾ മത്തങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ മത്തങ്ങ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ വെന്ത മത്തങ്ങയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം തിളച്ചു പോകാൻ പാടില്ല. നന്നായി ചൂടായി പതഞ്ഞ് വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി കറിക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. ഒരു ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചത് കൂടി ഇടാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.